അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ മുത്തുകോയ തങ്ങൾ, പാണക്കാട് MK തങ്ങൾസ് PMS ആയുർവേദിക് റിസർച്ച് സെൻറ്റർ ആൻഡ് ഹോസ്പിറ്റൽ തങ്ങൾപടി പുഴക്കാട്ടിരി ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ വളരെ ബ്രീഫായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 1800 കാലഘട്ടത്തിൽ പ്രസിദ്ധ സൂഫി വര്യനും പണ്ഡിതനും സ്വാതന്ത്ര്യ സമരനായകനും അറിയപ്പെടുന്ന ആത്മീയ ആചാര്യനും ആയുർവേദ ചികിത്സാരംഗത്തും ആത്മീയ സ്വാന്തന ചികിത്സാരംഗത്തും ഏറെ പ്രാഗൽഭ്യം തെളിയിച്ച മഹാനായിരുന്നു പാണക്കാട് സയ്യിദ് ഹുസൈൻ ഷിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ. മഹാനവർകൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം നയിക്കാൻ ദേഹരക്ഷ നൽകുകയും ആ രക്ഷ കെട്ടിയ ആൾക്ക് വെടിയുണ്ട ഏൽക്കാതിരിക്കുകയും ചെയ്ത സംഭവം പൂർവികർ ഇന്നും പറയപ്പെടുന്നു. ഈ സംഭവത്തിൻ്റെ പേരിലും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന പേരിലും അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതൊരു രാജ്യദ്രോഹമായി കണക്കാക്കി ഉപ്പാപ്പയെ തമിഴ്നാട്ടിലെ വേളൂരിലേക്ക് നാടുകടത്തുകയും പിന്നീട് അവിടെ തന്നെ മറവിട്ട് കിടക്കുകയുമാണ് ഉണ്ടായത്. ആ മഹാനവറുകളുടെ 4ാം തലമുറയിൽ ഉള്ള പാണക്കാട് PMS അബ്ദുള്ളക്കോയ തങ്ങൾ എന്ന പുതിയാപ്ലത്തങ്ങൾ തലമുറകളിൽ നിന്നും കൈമാറി വന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ പൈതൃക ചികിത്സാ രീതികളും അദ്ദേഹത്തിൻ്റെ ചികിത്സാ നൈപുണ്യവും ജനങ്ങളെ ആകൃഷ്ടരാക്കുകയും അനുഭവസ്ഥരായ നല്ലവരായ പുഴക്കാട്ടിരിയിലെയും സമീപ പ്രദേശത്തുള്ളവരുടെയും അഭ്യർത്ഥന മാനിച്ച് പാണക്കാട്ട് നിന്നും 1950കളിൽ ഇവിടെ പുഴക്കാട്ടിരിയിൽ സ്ഥിരതാമസമാക്കുകയും ഏകദേശം 40ഓളം വർഷം ഇന്നാട്ടുകാർക്ക് ആതുര സേവന രംഗത്തും ആത്മീയ രംഗത്തും അതുപോലെ തന്നെ ഇതര സാമൂഹിക സാംസ്കാരിക മേഖലകളിലും താങ്ങും തണലുമായി ഇന്നാട്ടുകാർക്കിടയിൽ നിലകൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഏറെ കൃതജ്ഞതയോടെ ഓർത്തെടുക്കാൻ എനിക്ക് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ് ഞാൻ. പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ ആത്മീയ കരസ്പർശത്തോടുകൂടിയുള്ള ഈ അമൂല്യമായ ചികിത്സാ മുറകളും ഔഷധ ചേരുവകളും ഉപയോഗപ്പെടുത്തി ധാരാളം ആളുകൾക്ക് സർപ്പവിഷത്തിനുള്ള ചികിത്സ നൽകിക്കൊണ്ടും അവരുടെ ജീവൻ രക്ഷിച്ചു കിട്ടാനും ബാലരോഗങ്ങൾക്ക് അത്ഭുത ശമനം ലഭിക്കാനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാവാനും അങ്ങനെ ഒട്ടനേകം രോഗികൾക്ക് ആശാകേന്ദ്രമായ നിറസാന്നിധ്യമായിരുന്നു പുഴക്കാട്ടിരിയിലെ പാരമ്പര്യ വൈദ്യനായ എൻ്റെ പിതാവ് പുതിയാപ്ലത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മഹത് വ്യക്തി. പുഴക്കാട്ടിരി തങ്ങൾപടിയിലെ ഈ വസതി നിലനിന്നിരുന്ന ഈ സ്ഥലം ഇന്നും 70ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചികിത്സാ കേന്ദ്രമായി എൻ്റെയും മക്കളുടെയും നേതൃത്വത്തിൽ ഇന്നും നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷത്തിനും ആശ്വാസത്തിനും അതിലുപരി ജനങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസത്തിനും വക നൽകുന്നു. 1989 പിതാവിൻ്റെ മരണശേഷം കാലികമായ മാറ്റങ്ങൾ വരുത്തുകയും
ഇതേ സ്ഥാനത്ത് പുതിയ കെട്ടിടം, നിലവിലുണ്ടായിരുന്ന ആ പഴയ കെട്ടിടം മാറ്റി പുതിയ കെട്ടിടമുണ്ടാക്കി ഈ പാരമ്പര്യ ചികിത്സാലയത്തെ ഹോസ്പിറ്റലാക്കി ഉയർത്തുകയും ഇപ്പോൾ ഈ പാരമ്പര്യ സ്ഥാപനം അഭൂതപൂർവമായ വളർച്ചയുടെ പാതയിലാണ്. നിലവിലെ ആയുർവേദ ഔഷധ നിർമ്മാണ യൂണിറ്റിന് 2017 GMP സർട്ടിഫിക്കറ്റ് നേടാനും ആയി. മക്കളായ ഡോക്ടർ അബ്ദുള്ള MK തങ്ങൾ, ഡോക്ടർ ഫഹ്മിദ ബീവി എന്നിവരും കൂടെ പ്രവർത്തിക്കുന്നത് ഏറെ സഹായകമാവുന്നു. യുവ അഡ്മിനിസ്ട്രേറ്റർ MK സയ്യിദിൻ്റെയും മറ്റു ഊർജ്ജസ്വലരായ ടീം മാനേജ്മെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ഹോസ്പിറ്റൽ വിത്ത് പോസ്റ്റ്നാറ്റൽ കെയർ പ്രോജക്റ്റിൻ്റെ അണിയറ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ആധുനിക കാലഘട്ടത്തിലെ വിഷലിപ്തമായ ഭക്ഷണ രീതികളും ജീവിതശൈലികളും ഭാരതത്തിൻ്റെ തനതു ചികിത്സാ രീതിയിൽ നിന്ന് ജനം ഏറെ വ്യതിചലിച്ചു പോയതും കാരണമായിട്ടാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല മാറാവ്യാധി രോഗങ്ങൾക്കും അതുപോലെ തന്നെ കണ്ടുപിടിക്കാനാവാത്ത രോഗങ്ങൾക്കും പുതിയ പുതിയ പേരുകളിൽ പൊട്ടിപ്പുറപ്പെടുന്ന രോഗങ്ങൾക്കും കാരണം എന്നതിന് മറ്റൊരു അഭിപ്രായം ആർക്കും തന്നെ ഉണ്ടാവാനിടയില്ല. യാഥാർത്ഥ്യം ഇതായിരിക്കെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ആധുനിക ചികിത്സാ രീതിക്ക് ബദലായി അഥവാ അൾട്ടർനേറ്റീവ്ലി ആയി മറ്റൊരു ചികിത്സാ രീതിയിലേക്ക് മാറി ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായി ആയുർവേദത്തെ അവർ ശൈലിയായി നെഞ്ചോട് ചേർക്കാൻ തുടങ്ങി. അങ്ങനെ യോഗ, കളരി, ധ്യാനം, പഞ്ചകർമ്മം, പ്രകൃതിദത്ത ഔഷധസേവ തുടങ്ങി ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സയെ അവർ നെഞ്ചിലേറ്റി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തുത നാം മറന്നുകൂടാ. ആഗോളതലത്തിൽ എന്ന പോലെ ആയുർവേദത്തിന് തനതു ദേശത്തും അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാധ്യതയേറുന്നു എന്ന് നാം വിസ്മരിച്ചുകൂടാ. തലമുറകളിൽ നിന്നും കൈമാറി വന്ന അമൂല്യമായ ഈ ചികിത്സാ രീതികൾ സമൂഹത്തിൽ നിന്നും അന്യം നിന്ന് പോകാതിരിക്കാനും വരും തലമുറയ്ക്ക് ഇത്തരം ചികിത്സാ രീതികൾ ഉപയോഗപ്പെടാനും ആഗോളതലത്തിലും നമ്മുടെ പങ്ക് മൂല്യവത്താക്കാൻ അഥവാ ഇന്നവേറ്റീവാക്കി എടുക്കാൻ കൂടി വേണ്ടിയാണ് പാരമ്പര്യ വൈദ്യനായ ഞാനും ഈ അമൂല്യമായ പാരമ്പര്യ പരിജ്ഞാനം പകർന്നു സിദ്ധിച്ച എൻ്റെ ഡോക്ടർമാരായ മക്കളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒഴുക്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാവി തലമുറയുടെ ആയുർദൈർഘ്യത്തിനും നമ്മുടെ ഈ തനതു ചികിത്സാ രീതി അത്യധികം ഊർജത്തോടെയും അനുഭവജ്ഞാനത്തിൻ്റെ ആത്മവിശ്വാസത്തോടെയും പ്രകൃതിദത്തമായ ഈ ചികിത്സാരീതിയെ അന്യം നിർത്താതെ സംരക്ഷിക്കുന്നതിനും നല്ല ആരോഗ്യമുള്ള നാളേക്ക് വേണ്ടിയും നമുക്കൊത്തൊരുമിച്ച് മുന്നേറാമെന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എപ്പോഴും അമൂല്യമാണ്, വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.